ഇലഞ്ഞി കാർഷിക ലേല വിപണിയുടെ പുതിയ ഭരണസമിതിക്ക് പ്രസിഡന്റ് ബിജു ടിയെ നേതൃത്വം നൽകും. സെക്രട്ടറിയായി ജോർജ് എം.ജെയെ തെരഞ്ഞെടുത്തു. 2025-26 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയും രൂപീകരിച്ചു. ഇലഞ്ഞി കാർഷിക ലേല വിപണിയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടത്തിയത്. പ്രവർത്തന റിപ്പോർട്ടും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത വാർഷിക വരവ് ചിലവ് കണക്കും ബാലൻസ് ഷീറ്റും പൊതുയോഗം അംഗീകരിച്ച് പാസാക്കി. 80 ലക്ഷത്തിലേറെ തുകയുടെ കാർഷിക വിഭവങ്ങൾ വിറ്റഴിക്കുവാനും 2.32 ലക്ഷം രൂപ ചിലവ് പിടിച്ച് വരുമാനമുണ്ടാക്കുവാനും 1.25 ലക്ഷം രൂപയുടെ ആസ്തിക സ്വരൂപിക്കുവാനും 3.45 ലക്ഷം രൂപ മൂലധന നിക്ഷേപം നടത്തുവാൻ കഴിഞ്ഞതും 50-ലേറെ കർഷകർ പ്രതിഫലം സ്വീകരിക്കാതെ സന്നദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമാണെന്ന് പൊതുയോഗം വിലയിരുത്തി. ഇലഞ്ഞി കൃഷി ഓഫീസർ വരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ 1 വർഷം കൂടി തുടരുവാനും വിപണി പ്രവർത്തന സമിതിയിൽ നിന്നും 6 അംഗങ്ങൾ പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഭരണസമിതിയിൽ നിന്നും മാറിയവർ പ്രവർത്തക സമിതിയിലേക്ക് മാറി പ്രവർത്തിക്കുന്നതിനും നിശ്ചയിച്ചു. പ്രസിഡന്റായി ബിജു ടിയെയും സെക്രട്ടറിയായി ജോർജ് എം.ജെയും വൈസ് പ്രസിഡന്റായി ഗോപിനാഥൻ കെ, ഖജാൻജിയായി ആൻസർ പീറ്ററും ജോയിന്റ് സെക്രട്ടറിയായി ജോൺ ജേക്കബിനെയും തെരഞ്ഞെടുത്തു. വിപണിയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ വിറ്റഴിച്ച 3 കർഷകർക്കും 1 വനിതാ കർഷകർക്കും ഏറ്റവും അധികം കാർഷിക വിളകൾ വ്യാപാരം നടത്തിയ വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു. ഇലഞ്ഞി താഴത്തേക്കുഴിയിൽ വെജിറ്റബിൾസ്, എറണാകുളം മഹാത്മാസ് ഓർഗാനിക് സ്റ്റോർ എന്നിവർക്കാണ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ, വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ്, വികസന സമിതി അംഗം മോളി എബ്രഹാം തുടങ്ങിയവർ മെമന്റോകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിറവം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ. മാർ ഏലിയാസ് കോളേജിനൊപ്പം അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.